ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. മറ്റേ നമ്മൾ 2 പേരാണ് ചലഞ്ച് ചെയ്യുക. ഇന്ന് 2-ന് പകരം 4, 5 ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഇവരാണ് ഇന്നത്തെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അൽഫാം ഈറ്റിംഗ് ചലഞ്ചാണ് ഇന്നത്തെ ചലഞ്ച്. അതിൽ 3 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ഗെയിം വഴിയാണ് നമ്മൾ 3 പേരെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാ 5 പേർക്കും കുപ്പിവെള്ളമുണ്ട്. ഈ 5 പേരും 30 സെക്കൻഡ് എടുക്കാം അല്ലേ? 30 സെക്കൻഡിനുള്ളിൽ ഇത് കുടിച്ചു തീർക്കണ്ട, കുടിക്കുക. 30 സെക്കൻഡിനുള്ളിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് നമ്മൾ അളവ് നോക്കും. അതിൽ ഏറ്റവും കൂടുതൽ കുടിച്ച 3 പേരാണ് ഈ അൽഫാം മീറ്റിംഗ് ചലഞ്ചിൽ പങ്കെടുക്കുക. ടൈമർ ഓക്കെ, നമ്മൾ 30 സെക്കൻഡ് വെക്കുന്നുണ്ട്. 30 സെക്കൻഡ് വെക്കുന്നുണ്ട്. ആയില്ലേ? 1 മിനിറ്റ്. എല്ലാവരും തുറന്നു വെച്ചോ. ഓക്കെ, സ്റ്റാർട്ട്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഒരബദ്ധം പറ്റിപ്പോയി. മതി. എടാ 30 മിനിറ്റ് ആണോ വെച്ചത്? ഇല്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കുടിച്ച്. ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല. അച്ഛനും ഇത് കുടിച്ച്. ഇല്ല, മതി. ഇനിയും കണ്ട വെള്ളം കുടിക്കാൻ ഫസ്റ്റ് തന്നെ. അല്ലടാ, എടാ ഒന്നോടി വേണം. 30 സെക്കൻഡ് ഇല്ല. എടാ 30 സെക്കൻഡ് നമ്മൾ കൊറേ സമയം എടുത്തു. 60 മിനിറ്റ്. പക്ഷെ നമ്മൾ നിർത്തിയിട്ട് ഇവര് തുടങ്ങി. ഒരേപോലെ നിർത്തണ്ടേ? എടാ ഒന്നോടെ ഗെയിം ഒന്നോടെ. ഗായ്സ്, ഒരു പറ്റിപ്പോയി. 29 മിനിറ്റ് അല്ല, സോറി, 30 സെക്കൻഡിന് പകരം ഞാൻ 30 മിനിറ്റാണ് ആക്കിയത്. എല്ലാവരും ഒന്നുകൂടെ റീസെറ്റ് ചെയ്തിട്ട് ഇന്ധനമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കാണ് ഇന്ധനം പോകാനുമില്ല. ഗായ്സ്, എക്സ്ട്രീംലി സോറി. 30 സെക്കൻഡ്. 30 സെക്കൻഡ് നമ്മൾ നേരത്തെ 30 മിനിറ്റ് വെച്ച. ഞാൻ മിനിറ്റ് സെക്കൻഡ് നോക്കിയില്ല, 30 കണ്ടു, അത് അങ്ങനെ വെച്ചു. റിയലി സോറി. ഓക്കെ, ഒന്നുകൂടെ ആക്കണേ. എനിക്ക് തോന്നിയത് ചെറിയ എല്ലാവരുടെ അടുത്ത് 30 സെക്കൻഡ് തന്നെയാണ് വെച്ചേക്കുന്നത്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. Okay guys, okay. ഓക്കെ, ഇവര് 3 പേരാണ് ആദ്യത്തെ പ്രാവശ്യം ജയിച്ചത്, 2ാമത്തെ പ്രാവശ്യം ജയിച്ചത്. ഓക്കെ, നമ്മൾ എന്തിനാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്? ഇല്ല, ഒന്നും പോയി. അമ്മയുടെ ദുഃഖണ്ടായിരുന്നു, സങ്കടം മൂക്കിക്കാറ്റാൻ കൊണ്ട്. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. വേഗം കഴിച്ചു. ഇല്ല, തുറക്കൽ നടക്കം ഗെയിമാണ്. സ്റ്റാർട്ട് ചെയ്തോ. കഴിച്ചോ. നല്ല കഴിച്ചാ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവര് പൊരുതി നേടിയ നേട്ടമാണിത് ഗൈസ്. അത് ഒരുമാതിരി പൊരുത്തലായിപ്പോയി. അച്ഛൻ ഒരു കുബൂസ് തീർത്തിരിക്കുന്നു. എല്ലാരും തീർത്തോ? ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഗൈസ്.
ഇത് തീർന്നില്ലേ? ഓ മിതു രണ്ടാമത്തെ കുബൂസ് എടുത്തിരിക്കുന്നു. അങ്ങനെ മിതു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ അച്ഛവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാളും ഒന്നിനൊന്ന് വെച്ചാൽ അച്ഛൻ ജയിക്കുന്നു പറഞ്ഞ അച്ഛൻ ഇതായിരിക്കുന്നു. രണ്ടരയും കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റണം. ഇത് വമ്പിച്ച പോരാട്ടമാണ്. മിതു 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 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് guys. അച്ചു അച്ചു തൊട്ടടുത്ത് തന്നെ അച്ചു ഉണ്ട്. അച്ഛൻ്റെ പക്ഷേ ഇതൊരു കുബൂസ് തീറ്റ മത്സരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നില്ല, തുടങ്ങുന്നു. അതെ അതെ. അല്ല പക്ഷെ മിഥുന ചിക്കനും തീർന്നു. അതെ മെല്ലെ മിഥു ആക്കിക്കൊണ്ട് അച്ചുവും പുറകെ ഉണ്ട്. അച്ഛനും പുറകെ അച്ഛൻ്റെ എൻജോയ് എൻജോയ്. അച്ഛൻ അനങ്ങുന്നില്ല. പിന്നെ ഇവരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അനക്കിയതാണ്. സോസ് തരുന്ന ആരെങ്കിലും ഇന്ന് അഭ്യർത്ഥിക്കുന്നു. മയോണൈസ് ഇല്ല. അങ്ങനൊരു പരിപാടി ഈ ഗെയിമിലില്ല. ഗെയിം ജയിച്ചാൽ എന്താ കിട്ടല്? അൽഫാമിന് അതന്നെ. എടുത്തതാണെങ്കിൽ നല്ല ചലഞ്ച്. വെള്ളം കുടിക്കും. ഇത് ഫസ്റ്റ് ഇന്ന് തീരൂടെ? ഓർഡറിന് ബസ്സാ അനെന്നുള്ള മിതു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയായിരുന്നു മിതുവിനെ ജയിക്കുമെന്ന്. ഒരാൾ നേരത്തെ വീമ്പിളക്കുന്നുണ്ടായിരുന്നു, ഞാൻ തന്നെ ജയിക്കും, ഞാൻ തന്നെ ജയിക്കുള്ളൂ. വെള്ളം കുടിച്ച് വയറ് ഇറങ്ങുന്നു തോന്നുന്നു. അതുകൊണ്ട് അൽഫാമും കുബൂസും ഒന്നും ഇറങ്ങുന്നില്ല. നിങ്ങൾ നിർത്തുന്ന ആ മലത്തുന്നോളാം. ഇനി തോക്കുന്നേക്ക് പച്ചവള് കഴിക്കണം ഒന്ന്. അതുണ്ട് ചേച്ചി. അതുണ്ട്. മത്സരത്തെ മത്സരമായി എടുക്കാതെ എല്ലാം തിന്നു. എൻ്റെ എല്ലാം കഴിഞ്ഞു. കുബൂസ് വരെ കഴിഞ്ഞു. ലാസ്റ്റ് ആവുന്നവർക്ക് പച്ചവള് കാണേ. പ്രത്യേക അറിയിപ്പ് മിഥുവിന്റെ അഭ്യർത്ഥന പ്രകാരം. എല്ലാം വെള്ളം സ്ലോയാ ഗായ്സ്. ഇതാ കഴിഞ്ഞു കുബൂസ്. കണ്ണു വെക്കല്ല. എന്തുവാ ഇത്? കണ്ണു വെക്കും. അച്ഛ സ്വന്തം പ്ലേറ്റ് വെക്കും. ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് അച്ഛൻ്റെ പ്ലേറ്റിനാണ് ജയിക്കില്ല. ഒരാള് വേഗം തിന്ന് തീർക്കുന്നൊക്കെ പറഞ്ഞു. ഞാനേ ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാളാ. രാത്രിയോടെ ചോറില്ല കൈസ്. അതുകൊണ്ട് തിന്നിട്ട് കിടക്കണ്ടേ. അതെ പച്ചവളം എടുത്തോ. അച്ഛ ചിക്കനോട് മല്ലിടുന്നു. ഇതെന്താണ്? അതായടാ എല്ലും കഷ്ണമൊക്കെ ഇപ്പുറത്ത് കിടക്കുന്നേ. നിന്റെ ഇലയില് അങ്ങനെ മീത ജയിച്ചിരിക്കും. തോറ്റാക്കല്ലേ ഇത് ഗായ്സ്? തോറ്റാക്കാണ് നമ്മൾ മുളക് തീറ്റ. ശരിപ്പേണോ? എന്താണ് ഇത് ഗായ്സ്? അതെ ഗായ്സ്, അവൻ അറിയാലോ അവൻ തന്നെ ജയിക്കുള്ളൂ. വെള്ളം എങ്ങനെ പരീക്ഷ ആർക്കും കാണിച്ചു കൊടുക്കില്ല. പരീക്ഷ ആർക്കും കാണിച്ചു കൊടുക്കില്ല. ഇനിയിപ്പം അച്ഛനുമാണുള്ളത്. ആരാ ജയിക്കാൻ നോക്കാം. ഞാൻ എന്താണ് കേസ് ഇതിലെ തിന്നത്? എന്റെ അമ്മേ, ഇതിപ്പോ ഗെയിം തിരിഞ്ഞു വരുന്ന അച്ഛനാണെങ്കിൽ നാരങ്ങ തിന്നാൻ തോന്നുന്നത്. അച്ഛൻ്റെ തീരാറായിട്ടാ. ഇത് എണീറ്റോ? അവനപ്പുറം ഇപ്പുറം ഒന്ന് കൈയിട്ട് വരുന്നു ജയിച്ചിട്ട്. അല്ലാതെ നടക്കോ? അച്ചു അച്ഛാ എല്ലൊക്കെ തിന്നതാ.
അച്ഛനല്ലെന്ന് എന്താണ് അതല്ലല്ലോ ഞാൻ അതാ ഒരു കഷ്ണില്ല അയ്യോ എല്ലാം മടക്കി പക്ഷെ അതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. എല്ലാം മടക്കായിരുന്നു അച്ഛനല്ല അച്ഛൻ അവിടെ എന്റെ നോക്കി അച്ഛൻ്റെ നോക്കും. അച്ഛൻ മറ്റുള്ളവരെ പ്ലേറ്റ് നോക്കിയാണ് പറയുന്നത്. അത് അച്ഛൻ്റെ അച്ഛൻ നോക്കിയേ അച്ഛൻ നല്ല ക്ലീൻ ആയിട്ടാട്ടോ തിന്നുന്നേ, എല്ലാം പഠിച്ചിട്ട്. ഇതും അതെ മിഥുവിന്റെ കഷ്ണൊക്കെ ഇതിലെല്ലേ ഇല്ലടാ. ഇതെന്താ ഇത്? അങ്ങനെ അച്ചു ജയിച്ചിരിക്കുന്നത് നോക്ക് ഇറച്ചിയുണ്ടോ നോക്കാം. തീർന്നു. പക്ഷെ അവള് തീർന്നു. അങ്ങനെ അവള് 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. യെസ് യെസ് യെസ്. അച്ഛൻ നാരക തിന്നാൻ. അപ്പൊ ഗായ്സ് അച്ഛനാണ് ഏറ്റവും തോറ്റ് തൊപ്പിട്ടിരിക്കുന്നത്. നമ്മള് പിന്നെ നേരത്തെ നമ്മളെ കളിന്ന് ഒഴിവായ മോനെ നമുക്കൊന്നുമില്ല. അൽഫാമില്ല ഒന്നുമില്ല. ഇവർക്കേ ഉള്ളൂ. ഇവര് 3 പേര് മത്സരിച്ചതില് മിഥു ഫസ്റ്റായി, അച്ചു സെക്കൻഡായി, അച്ഛനാണ് അച്ഛനാണ് ലാസ്റ്റ് ആയത്. അപ്പൊ അച്ഛനൊരു പ്രോത്സാഹന അല്ല ചെല്ല് തിന്നണം. നിന്റെ ചിക്കൻ തിന്നാ മതി. അതവള് പിന്നെ തിന്നാങ്ങോട്ട് പോന്ന്. ഓ അമ്മയ്ക്കാണ് കൂടുതൽ അച്ഛനെ നാരക തീറ്റിക്കാൻ ആകാംക്ഷ കൂടുതല്. അതുകൊണ്ട് നമുക്ക് നാരക കൊടുക്കാം. അച്ഛനെ എക്സ്പ്രഷൻ ഒന്നും പാടില്ല. ഇതൊക്കെ എന്തെന്ന് അപ്പൊ എത്ര നേരം കാണിച്ചു തന്നെയായിരുന്നു. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ചലഞ്ച്. ഇന്നത്തെ ഗെയിം ഇവിടെ ഓവറായി. നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു ഗെയിമായിട്ട് വരാം. ബൈ ബൈ. ബൈ.